വട്ടിയൂർക്കാവ് സംഘർഷത്തിന് പിന്നാലെ കസ്റ്റഡിയിലെടുത്ത ബി.ജെ.പി. പ്രവർത്തകരെ ഇടിവണ്ടിയിലിട്ട് ക്രൂരമായി തല്ലിച്ചതച്ചിരിക്കുകയാണ് കേരള പോലീസ്. വട്ടിയൂർക്കാവ് സ്വദേശി ബിനുവിന്റെ കണ്ണ് വയർലെസ് സെറ്റ് കൊണ്ട് അടിച്ചു പൊട്ടിച്ചു. തല്ലി മൃതപ്രായരാക്കിയ ശേഷമാണ് ബി.ജെ.പി. പ്രവർത്തകരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം വട്ടിയൂർക്കാവിലുണ്ടായ സംഘർഷത്തിന് പിന്നാലെ പ്രതികളെന്ന് ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത ബി.ജെ.പി. പ്രവർത്തകരോടാണ് പോലീസ് ക്രൂരത കാട്ടിയത്. പോലീസ് വാനിലേക്ക് വലിച്ചിഴച്ചും ബലം പ്രയോഗിച്ചും പ്രവേശിപ്പിച്ച പ്രവർത്തകരെ വാഹനത്തിനുള്ളിൽ വെച്ച് ഉദ്യോഗസ്ഥർ മുണ്ടുരിഞ്ഞും സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. പോലീസിന്റെ ക്രൂരമായ ആക്രമണത്തിൽ പ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്കേറ്റു. വട്ടിയൂർക്കാവ് സ്വദേശി ബിനുവിന്റെ കണ്ണ് വയർലെസ് സെറ്റ് കൊണ്ട് അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. എസ്.ഐ. ദീപുവും സംഘവും ക്രൂരമായി ആക്രമിച്ചുവെന്നും കുടിവെള്ളം പോലും നൽകിയില്ലെന്നും ആക്രമണത്തിനിരയായ ബിനു ജനൻ ടിവിയോട് പ്രതികരിച്ചു. അമ്പലത്തിലിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇവർ വന്ന് ഡോറിനെ ചവിട്ടി തുറന്ന് ഞങ്ങൾ ഞങ്ങളെ വേറെ ഇതല്ല, ഞങ്ങൾ ഒന്നും കേട്ടില്ല. അവർ കതവിനെയൊക്കെ അടിച്ച് തുറന്ന് അകത്ത് കയറി വളരെ നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ രീതിക്ക് എല്ലാം അടിച്ച് വയർലെസ് ഇട്ട് മുഖത്ത്, കണ്ണില്, ബാക്ക് ഒത്തിരി അടിച്ചു. പോലീസിന്റെ ഉപദ്രവത്തിൽ പരിക്കേറ്റ 6 പേരെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതറിഞ്ഞ് മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ ആശുപത്രിയിലേക്ക് എത്തി. ഇത് വലിയൊരു പോലീസ് രാജാണ്. വട്ടിയൂർക്കാവിലൊരു CIയുടെ നേതൃത്വത്തിൽ CPMന്റെ ഗുണ്ടയായി പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ മർദ്ദനം. വളരെ സമാധാനപരമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ സംഭവിച്ചിരിക്കുന്ന വട്ടിയൂർക്കാവ് CIയുടെ കീഴിലുള്ള പ്രദേശത്താണ്. കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റ ബിനുവിനെയും നട്ടലിന് ക്ഷതവും ശ്വാസതടസ്സവും അനുഭവപ്പെട്ട സുനിനെയും വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം മോഹനൻ നായർ, അയ്യപ്പൻ, അഭിലാഷ് K, അഭിലാഷ് R എന്നിവരെ AR ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. അതേസമയം പോലീസിന്റെ ക്രൂരതയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ആശുപത്രി പരിസരത്തും ഉയർന്നു. ജനം, തിരുവനന്തപുരം.